സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കെ മുരളീധരനാണ്. കെ മുരളീധരൻ മന്ത്രിയാകാൻ പോവുകയാണ്. നിയമസഭാംഗമല്ലാതെ 2004 മന്ത്രിസഭയിലേക്ക് എത്തി, പക്ഷേ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India, as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a minister of the state of Kerala, and that I will do right to all manner of people in accordance with the Constitution and the law without fear or favor, affection or ill will. I, K. Muralidharan, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a minister for the state of Kerala, except as may be required for the due discharge of my duties as such minister. കെ മുരളീധരൻ ഏറ്റവും കൂടുതൽ കരഘോഷം കിട്ടിയ ഒരു സമയം കൂടി ഇതാണ്. കെ മുരളീധരന്റെ ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം അത്രയും വലുതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശക്തമായ നിലപാട് കൊണ്ടും കൃത്യമായ വാക്കുകൾ കൊണ്ടും എന്നും നിലകൊള്ളുന്ന നേതാവാണ് കെ മുരളീധരൻ. 4 തവണ ലോക്സഭാംഗമായിരുന്നു. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ ഇത്തവണ AICC ഹൈക്കമാൻഡ് കേട്ട വാക്കുകളിൽ ഒന്ന് അത് KM-ന്റെ വാക്കുകളാണ്, കെ മുരളീധരന്റെ വാക്കുകളാണ്. വകുപ്പ് സംബന്ധിച്ച് ചില അതൃപ്തിയൊക്കെ ഉണ്ടെന്ന് ഇന്നലെ കേട്ടിരുന്നു. പക്ഷെ അതെല്ലാം പരിഹരിച്ച് കെ മുരളീധരൻ കേരളത്തിന്റെ മന്ത്രിയാകാൻ പോവുകയാണ്. KM കേരളത്തിന്റെ മിനിസ്റ്റർ ആകാൻ പോകുന്നു.